സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ പരാതിപ്പോരും. വടകരയിലും ആറ്റിങ്ങലിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കം എന്നാരോപിച്ച് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഷാഫി പറമ്പിലിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കെ ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം UDF അറിവോടെയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. BJP പ്രകടന പത്രികയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നിൽ വെക്കാൻ BJPക്ക് ധൈര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ BJPക്ക് ധൈര്യമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ദീപിക മുഖപത്രത്തിൽ ഇന്നും വിമർശനമുയർന്നു. ഇലക്ട്രൽ ബോണ്ടിന്റെ ഇരുണ്ട മൂലയിൽ ഇരുന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി അഴിമതിക്കെതിരെ സംസാരിക്കുന്നതെന്ന് മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുന്നു. അതേസമയം മുഖ്യമന്ത്രിക്ക് സർക്കാർ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. സർക്കാരിന്റെ നേട്ടങ്ങളെ പറ്റി മിണ്ടുന്നില്ല, മൈക്ക് പോലും മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കുക. ചിലപ്പോൾ അദ്ദേഹം തന്നെ മൈക്ക് ഒടിച്ചിടും. അത് കണ്ട് ഘടകകക്ഷി നേതാക്കന്മാർ ചെന്ന് മൈക്ക് നന്നാക്കും. ജോസ് കെ മാണിക്കുള്ള ഏക ജോലി ഇപ്പം അതാണ്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ LDF സ്ഥാനാർത്ഥി കെ ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നവമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ചാണ് പരാതി. വടകര കള്ളവോട്ട് ആരോപണത്തിൽ ഷാഫി പറമ്പിലിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കെ ശൈലജയ്ക്കെതിരെ അശ്ലീലം പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്താനുള്ള UDF ശ്രമം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത് UDF നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിയാതെ നടക്കുന്ന ഒന്നല്ലെന്ന് വളരെ വ്യക്തമാണ്. ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡികളിൽ നിന്നാണ് UDF പ്രവർത്തകർ ഈ പ്രചരണം നടത്തുന്നത്. രാജ്യത്ത് BJP തരംഗമോ മോദി തരംഗമോ ഇല്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. അതിനിടെ BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ വലിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.